വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മണിനാഥവും പ്രണവവും എന്താണെന്നതിനെക്കുറിച്ചാണ്. പുറത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ 3 തവണ മണിയടിച്ച് ദേവൻ്റെ അനുവാദം വാങ്ങിക്കണമെന്നാണ് നിയമം. മന്ത്രം ചൊല്ലി മനസ്സിനെ പരിശുദ്ധമാക്കുന്നതിന് സമാനമാണ് മണിയടിച്ച് പ്രവേശിക്കുന്നത്. മണിയടിച്ച് പ്രവേശിക്കുന്നത് ഓംകാരനാദം മുഴക്കുന്നതിന് സമാനമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. മണിയുടെ രൂപവും സംസ്കൃതത്തിൽ ഓം എന്നെഴുതിയതിന് സമാനമായ ആകൃതിയാണ്. മണിനാഥത്തെക്കുറിച്ച് രാമകൃഷ്ണ പരമഹംസർ ഇപ്രകാരം ഉദ്ഘോഷിക്കുന്നു: ഞാൻ ഓംകാരത്തെ മണിയുടെ ടോങ് ടോങ് നാദത്തോട് ഉപമിക്കുന്നു. ടോങ് ലീലയിൽ നിന്നും നിത്യതയിൽ ചെന്ന് ലയിക്കുന്നു. സ്ഥൂലവും സൂക്ഷ്മവും കാരണവും മഹാകാരണത്തിൽ ലയിക്കുന്നു. ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ തുരീയത്തിൽ ലയിക്കുന്നു. നിത്യത്തിൽ നിന്ന് ലീല ആരംഭിച്ചു. മഹാകാരണത്തിൽ നിന്നും കാരണവും സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരങ്ങൾ രൂപം കൊള്ളുകയായി. അതേ തുരീയത്തിൽ നിന്നു തന്നെയാണ് സുഷുപ്തി സ്വപ്നജാഗ്രതാവസ്ഥകൾ ഉണ്ടാകുന്നത്. മഹാസമുദ്രത്തിലെ അലയടികൾ മഹാസമുദ്രത്തിൽ തന്നെ ലയിക്കുന്നു. നിത്യതയിൽ നിന്നും ലീലയിലേക്ക്, ലീലയിൽ നിന്നും നിത്യതയിലേക്ക്. അതുകൊണ്ടാണ് മണിനാഥം ടോങ് പ്രണവത്തിൻ്റെ ഉപമയായി തീരുന്നത്. പ്രണവം സർവദേവതാമയമാണ്. ദേവനല്ലാത്തവൻ ദേവനെ പൂജിക്കരുത് എന്ന് പ്രമാണമുണ്ട്. അതിനായി സാധാരണ ചെയ്യാറുള്ളത് ന്യാസം മുതലായവയിലൂടെ തന്നെയും ദേവനെയും അഭേദ്യമാക്കി തീർക്കുന്നു, അഥവാ ദേവതയെ തന്നിൽ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയും ദേവതയെ ആരാധിക്കുവാൻ വരുന്ന ഭക്തനും സർവദേവതാമയവും പ്രണവനാദതുല്യമായ മണിനാഥം മുഴക്കി ദേവതയെ തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ദേവാരാധനയ്ക്കുള്ള അർഹത നേടിയെടുക്കുന്നു. അതാണ് മണിനാഥം പ്രണവമായി ഉപമിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.